Life is a winding road, no telling where it goes. Driving through days and nights, won't stop for traffic lights. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ അഞ്ജുവിൻ്റെ ഹെയർ കട്ടിങ്ങിനായിട്ട് ഒന്ന് പുറത്തേക്ക് പോകണം. അഞ്ജുവിൻ്റെ ഹെയർ നല്ലപോലെ തന്നെ നീളം കുറയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം അഞ്ജുവിൻ്റെ തന്നെ ഹെയർ മാനേജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെയും കൂടെ ഹെൽപ്പ് വേണം. അത് മാത്രമല്ല പിന്നെ അടിവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ട സമയമായി. അപ്പോൾ ഒന്ന് ഷോർട്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തന്നെ വളർന്നോളൂല്ലോ, ഇപ്പോൾ മുടിയൊക്കെ വളരുന്ന ഒരു പ്രായമാണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും ഗ്രോത്ത് ഉണ്ടാവുന്നവർക്ക് അത് വീണ്ടും പിന്നെയും ഹെയർ ഗ്രോത്ത് ഉണ്ടായിക്കോളും. ഞാൻ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു അഞ്ജുന്. കത്രിക എടുത്ത് ഞാൻ തന്നെ കട്ട് ചെയ്ത് തരാമെന്ന്. അപ്പോൾ അത് വേണ്ട അഞ്ജുന്. അഞ്ജുന് പാർലറിൽ പോയി. പാർലറിലെ ചേട്ടൻ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അഞ്ജുന് താല്പര്യം. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോൾ പോകണം. ഇനി പയ്യെ കുറച്ചാൾ കഴിയുമ്പോഴേക്കും ഹെയർ ലോങ് ആയിക്കോളും. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒത്തിരി പേര് പറയും, ആ കൊച്ചിൻ്റെ നല്ല മുടി ചേച്ചി വെറുതെ വെട്ടിക്കളഞ്ഞു, എന്തിനാ ചേച്ചി വെട്ടിക്കളഞ്ഞു, എന്തിനാ നീളം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വരും. മുൻപേ തന്നെ മുടിയല്ലേ വലുതാവും. സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് ഇത്രയും ടൈമൊന്നും ഇല്ല നമുക്ക്. രാവിലെ 2 വയസ്സും മുടി ഇവർക്ക് ഇട്ട് പോകണമെന്നുണ്ട്. മെടഞ്ഞിട്ട് 2 വയസ്സും കെട്ടി പോകണം. അപ്പോൾ എന്നും നമുക്കൊട്ടും സമയമില്ല അങ്ങനെ രാവിലെ ഇത്രയും ലോങ് ഹെയർ ഇപ്പോൾ മെടഞ്ഞ് എല്ലാ ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. എന്നാലും ഇപ്പോഴായാലും അഞ്ജുനായാലും ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പം അഞ്ജു പറയണം ഭയങ്കരമായിട്ട് ചൂടെടുക്കണം മമ്മി, കുറച്ചും മുടി വെട്ടിക്കളയി എന്ന് അഞ്ജുവിൻ്റെ റിക്വസ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യണത്. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ മിണ്ടാതിരിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്തായാലും അഞ്ജുന്റെ വായം തന്നെ കേട്ടു. കൊറേ നാളത്തെ ആഗ്രഹമാണ് മുടി വെട്ടണമെന്ന്. അപ്പൊ ഇന്ന് സാധിക്കാൻ പോകും. അപ്പൊ അഞ്ജുന്റെ ആഗ്രഹം കൂടെ സാധിച്ചു കൊടുക്കാൻ പോകും ഞങ്ങള്. അപ്പൊ അഞ്ജു ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഹെയർ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇറങ്ങാം. അപ്പൊ അങ്ങനെ ഹെയർ കട്ടിങ്ങിനൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ സമയം കിട്ടുവാണെങ്കിൽ മോളിൽ കയറണം. ഇവിടെ ഒരു പുതിയ മോള് വന്നിട്ടുണ്ട്. അപ്പൊ പുതിയതെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇപ്പൊ കടകളൊക്കെ അങ്ങോട്ട് എക്സ്പാൻഡ് ആയി, പുതുക്കി. അതിനകത്ത് പിക്ചർ റോളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ 3 പിക്ചർ റോൾ, 3 സീനുണ്ട്. പിന്നെ എന്താ ഗെയിം സോൺ വന്നിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് ഒന്ന് കാണണം. 5 പറഞ്ഞാൽ വില കാലത്ത് ഇറങ്ങുള്ളൂ. ഇറങ്ങുമ്പോൾ അതൊരു ആഘോഷ ഇറക്കായിരിക്കും. അപ്പൊ എന്തായാലും അവിടെയും പോകണമെന്നൊക്കെ ഉണ്ടായി. അറിയില്ല എത്ര സമയം എടുക്കും മുടി കട്ട് ചെയ്യാൻ, എത്ര സമയം എടുക്കും അറിയില്ല. അപ്പൊ എന്തായാലും അഞ്ജുന്റെ ഹെയർ കട്ടിങ് വിശേഷങ്ങളും പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഔട്ടിങ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പൊ അതേ അഞ്ജുന്റെ ഹെയർ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇങ്ങനെയാട്ടോ. ഇത്രയും ലെങ്ത്തിലാണ് ഇപ്പൊ ഹെയർ ഇങ്ങനെ ഇരിക്കണേ. ഇനിയിപ്പോ നമ്മൾ എന്തായാലും ഹെയർ കട്ടിങ്ങിന് പോകാണ്. അപ്പൊ ഇനി എത്രത്തോളം ഷോർട്ട് ആക്കുമെന്ന് അറിയില്ല. അപ്പം ഇതാണ് ബിഫോർ ഹെയർ കട്ടിങ്ങിൻ്റെ ബിഫോർ കണ്ടീഷൻ. ഇതായി ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു 6 മണി 6:15 ആയ സമയത്താട്ടോ, ഈവനിങ്ങിലാണ്. അപ്പോൾ നമ്മൾ പതിവായിട്ട് പോകുന്ന അതേ പാർലറിലേക്ക് തന്നെയാണ് നമ്മൾ ഇന്നും പോണേ. അവിടുത്തെ കട്ടിങ്ങാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതേ ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടോ. നമ്മുടെ പാർലറിലേക്ക് എത്തി നമ്മൾ. ഇതാണ് നമ്മുടെ പാർലർ. അപ്പോൾ ഞങ്ങളിനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങട്ടെ. അഞ്ജുവിൻ്റെ ഹെയർ വാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുമ്പോഴും കട്ട് ചെയ്ത് കൊടുക്കുന്ന ചേട്ടൻ ഇന്നില്ല കേട്ടോ. ഇന്ന് വേറെ ചേട്ടനാണ് കട്ട് ചെയ്യുന്നത്. അവർ 2-3 ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഉള്ള ചേട്ടനെ കൊണ്ട് തന്നെ കട്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഹെയർ വാഷിംഗ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അഞ്ജുവിൻ്റെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് മുടിയുമുള്ള നോട്ട്സ് കാര്യങ്ങളെല്ലാം അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവരിതാ ഹെയർ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹെയർ ഡ്രയറൊക്കെ വെച്ച് നല്ലപോലെ ഹെയർ ഡ്രൈ ആക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇനി കട്ടിംഗ് ഒക്കെ ആരംഭിക്കുന്നത്. अच्छा ऐसे करने पर उसके बाद सिर बढ़ाएंगे और उसके बाद पूरा स्ट्रेट करेंगे. उसका फाइनल लुक. अच्छा हाँ ठीक ओके ओके. ഹെയർ ഡ്രൈയിങ് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ കുറച്ച് ഹെയർ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. അവർ പറഞ്ഞാൽ അവർക്ക് മാനേജ് ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട് കുറച്ച് ഹെയർ അവർ മാറ്റിയിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ലെങ്ത്തൊക്കെ പിന്നെ സെറ്റ് ചെയ്യാം. അവർക്ക് സ്ട്രെയിറ്റൻ ചെയ്യാനുണ്ട്. ടെമ്പററി സ്ട്രെയിറ്റനിങ് ഇവിടെ എപ്പോഴും ഇവർ ചെയ്യാറുണ്ട് ഈ പാർലറിൽ. അത് കഴിഞ്ഞിട്ടാണ് അവർ കട്ട് ചെയ്യാറുള്ളൂ ഹെയർ. അപ്പോൾ അതിനായിട്ട് ഇതാ ആദ്യം തന്നെ കുറച്ച് ഹെയർ അവർ ആദ്യം മുറിച്ച് മാറ്റണം. അഞ്ജുൻ്റെ ഹെയർ ഞങ്ങൾ ഡൊണേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പാർലറിലും ചോദിച്ചു. അപ്പോൾ അവരും അങ്ങനെ എടുത്തു വയ്ക്കാറൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി ലെങ്തി ഹെയറുള്ള ആരും അങ്ങനെ വരാറില്ല. ഇവിടെയൊക്കെ എല്ലാവരും തന്നെ ഷോർട്ട് ഹെയർ വെക്കാറ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ കേരളത്തിലൊക്കെ കട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഡൊണേറ്റ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പം ഇവിടെ വന്ന് നമ്മൾ കട്ട് ചെയ്യണതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു കാര്യമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് വേസ്റ്റിലേക്ക് ഇടാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ ഇവിടെ സാധിക്കില്ല. പിന്നെ ഇവരിങ്ങനെ 2 സെറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിലെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റുന്ന ഇതിലല്ലോ. കാരണം 2 ട്രിപ്പായിട്ടാണ് അവർ കട്ട് ചെയ്യുന്നത് തന്നെ. Getting old don't bother me, 'cause with eyes that spin through life it's so much easier to see. പാർലറിലുള്ള കുട്ടി നമ്മളോട് ചോദിച്ചറിയാണ് നമ്മൾ എന്ത് ഹെയർ ഓയിലാണ് അഞ്ജുൻ്റെ മുടിയുമ്പോൾ തേക്കുന്നത്, എപ്പോഴൊക്കെയാണ് ഹെയർ വാഷ് ചെയ്യണേ, എന്തൊക്കെയാണ് ഹെയറിന് വേണ്ടി വെച്ചിരിക്കുന്നത് ടൈം ടേബിൾ, അതൊക്കെ ഒന്ന് പറയും. ഇത്രയും ലോങ് ഹെയർ കട്ട് ചെയ്ത് കളയുമ്പോൾ കാണുമ്പോൾ ഭയങ്കര വിഷമം തന്നെ, ഞങ്ങൾക്കൊന്നും ഇത്രയും ഹെയർ ഉണ്ടാവണില്ല എന്നൊക്കെ പറഞ്ഞ ആ കുട്ടി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അഞ്ജുൻ്റെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞപ്പോൾ അവർ സ്ട്രെയിറ്റനൊക്കെ ചെയ്തു കുറച്ച്. പക്ഷെ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തോരം നീളം കളയണം എന്നുള്ളത് നോക്കിയിട്ടൊരു ഉദ്ദേശം കണ്ട് കുറച്ച് കട്ട് ചെയ്തു. ഇനി ഒന്നും കൂടെ ട്രിം ചെയ്ത് ശരിയാക്കുമെന്ന് പറഞ്ഞു. വെറുതെ കട്ട് ചെയ്യാനുള്ള ഹെയർ പിന്നെ സ്ട്രെയിറ്റ് ആക്കിയും ഡ്രൈ ആക്കിയും ഒന്നും നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് അവർ നേരത്തെ തന്നെ ആദ്യം ഒരു കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഹെയറും കൂടെ എന്താ പറയുക കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കാൻ പോവുക. ജസ്റ്റ് ടെമ്പററി സ്ട്രെയിറ്റനിങ് കേട്ടോ. അവരങ്ങനെ ചെയ്തിട്ടാണ് കേളി ആയിട്ടൊക്കെ കിടക്കണമെങ്കിൽ അതൊക്കെ നേരെ ആക്കിയിട്ട് അവർ കട്ട് ചെയ്യാറ്. ഇനിയാണ് ശരിക്കും സ്ട്രെയിറ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ അതാ അഞ്ജുവിൻ്റെ മുടി ഫൈനൽ കട്ടിങ്ങിന് പോകുന്നു. അഞ്ജുവിന് ഷോർട്ടാക്കണം. അപ്പോൾ അതാ ഇത്രയും ഷോർട്ടാക്കാൻ പോകുന്നുണ്ട്. അഞ്ജു ഹാപ്പിയായി. അഞ്ജുൻ്റെ ഹെയർ കട്ടിങ് നടന്നുകൊണ്ട് ഇനി കട്ട് ചെയ്യണ്ട. ഇപ്പോൾ ധാരാളമായി, ഇഷ്ടം പോലെയായി. മുടി ഇല്ലാത്തവർ എന്തോരം കൊതിക്കുന്നുണ്ടാവുമെന്നറിയോ മുടി ഉണ്ടാവാനായിട്ട്. മുടിയുള്ളവർക്ക് കട്ട് ചെയ്ത് കളയാനാണ് ഇപ്പോൾ ആഗ്രഹം അല്ലേ. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടോ അഞ്ജുൻ്റെ ഹെയർ കട്ടിങ് എല്ലാം കംപ്ലീറ്റ് ആയി. അങ്ങനെ അഞ്ജുൻ്റെ ഹെയർ കട്ടിങ് കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ അതാ ഹെയർ ഇത്രയ്ക്കായിട്ടോ, കട്ട് ചെയ്ത് ഷോർട്ടാക്കി ഇപ്പോൾ ഇത്രയ്ക്കായി. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ നമ്മുടെ ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. ഇത്രയും മുടിയാട്ടോ വെട്ടിയേക്കുന്നത്. 2 ട്രിപ്പായിട്ടാണ് മുടി കട്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെ അതേ ടോട്ടൽ ഇത്രയും മുടി കട്ട് ചെയ്തിട്ടുണ്ട് അഞ്ജുവിൻ്റെ. പിന്നെ നമ്മൾ ഡൊണേറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നു ആദ്യം, പക്ഷേ ഇവിടെ അങ്ങനത്തെ പരിപാടി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഇതിങ്ങനെ ഒരു സെറ്റ് ഇവിടെ കട്ട് ചെയ്തു, ഇതിവിടെ വേറെ സെറ്റ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും മുടി പോയി. അപ്പോൾ അങ്ങനെ ഇതാ അഞ്ജുവിൻ്റെ ഹെയർ കട്ടിങ് എല്ലാം കഴിഞ്ഞു. അഞ്ജു ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനെയുണ്ട്, നല്ല ഹാപ്പിയാണ്. പ്രതീക്ഷിച്ചില്ല, എന്നാലും ആണോ? അഞ്ജുവിന് ഇനിയും കട്ട് ചെയ്യണം, ഇനിയും ഷോർട്ട് ആക്കണം എന്നായിരുന്നു. നോക്കട്ടെ, ഒന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടേ, നോക്കട്ടെ, ഫ്രണ്ടിലേക്ക് ഇട്ട്. ഇപ്പൊ അത് അത്രയ്ക്കേ ഉള്ളൂ കൂടി. ഓക്കെ, ഇഷ്ടായോ? ഹാപ്പി ആയില്ലോ? അഞ്ജുൻ്റെ ഹാപ്പി ആയിട്ടുള്ള ഫേസ് ഒന്ന് കണ്ടോ നിങ്ങൾ? അഞ്ജു പലപ്പോഴും പറയാറുണ്ട് ഹെയർ കട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ, പക്ഷെ അപ്പോൾ ഞങ്ങൾ പിന്നെയാവാമെന്നും പറഞ്ഞ് അങ്ങനെ കട്ട് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഭയങ്കര ചൂടായിരുന്നു, ഞങ്ങൾക്കൊട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത പോലത്തെ ചൂട്. അപ്പോൾ മുടിയിരി കെട്ടാനൊക്കെ ഭയങ്കര മടിയാണ് അഞ്ജുവിന്. അപ്പോൾ അങ്ങനെ പിന്നെ ഓർത്തൊന്ന് കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ശരി, നമുക്ക് ഇറങ്ങാമെന്നോ ഇനി ഇവിടെ നിന്ന്? സന്തോഷിച്ച് നിൽക്കണ അഞ്ജുവിനെ കണ്ടോ. അപ്പോൾ അങ്ങനെ ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങളിനി ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോകണം. അപ്പോൾ അവിടെ പോകണമെങ്കിൽ നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അഞ്ജുവിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്നും പറഞ്ഞ് അതിനൊക്കെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ നമുക്ക് പിക്ചർ കാണുന്നുണ്ട്, പക്ഷെ ഇനിയിപ്പോൾ ടൈം കിട്ടില്ല പിക്ചർ കാണാൻ. ഇപ്പം സമയം 8 മണിയാവണം. അപ്പോൾ അതുകൊണ്ട് പിക്ചർ കാണൽ നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചു. ഹിന്ദി പിക്ചേഴ്സ് കേട്ടോ, ഇവിടെ ഹിന്ദി മൂവിയാണ് കൂടുതൽ വരുന്നത്. മലയാളം ഒന്നും അങ്ങനെ നമുക്ക് കിട്ടില്ല. എല്ലായിടത്തെങ്ങാനൊരു മലയാളം വന്നാൽ അതും ഇവിടുത്തെ തിയേറ്ററിലൊന്നും കാണാറില്ല. ഗോരഖ്പൂർ പോയാൽ ചിലപ്പോൾ മലയാളം മൂവി വല്ലപ്പോഴൊക്കെ അവർ കൊണ്ടുവരാറുണ്ട്. വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ അങ്ങനെ കൊണ്ടുവരാറുണ്ട്. അതായത് നമ്മളിപ്പോൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വന്നിപ്പിക്കും. നമ്മുടെ മോളെത്തി, ക്രിസൻ്റ് മോൾ. ഇവിടെയാണ് നമ്മൾ മുകളിൽ 3 തിയേറ്റർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏതിൽ വേണമെങ്കിലും നമുക്ക് പോകാം. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പിക്ചർ കാണാനല്ല വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കിച്ചൺ ഐറ്റംസും പിന്നെ അഞ്ജുവിന് വേണ്ട ഐറ്റംസൊക്കെ വാങ്ങിക്കാനാണ്. ഷോപ്പിംഗ് മാളിൽ പുതിയതായിട്ട് പണിതിരിക്കുന്ന ഫ്ലോറൊക്കെ ഒന്ന് പോയി കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇതേ അങ്ങോട്ടേക്ക് നടക്കണം കേട്ടോ. അപ്പോൾ ഈ ഫ്ലോറൊന്നും നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിന് മുൻപൊന്നും ഇതിവിടെ പണിത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പണി നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കുള്ള ചെറിയൊരു ഗെയിം സോണൊക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇനിയും മോളിൽ കയറി നമുക്ക് കാണാനുണ്ട്. നമ്മൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ മോളിലാണ് സിനിമയൊക്കെ കാണാനുള്ള സ്ഥലം. അവർ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് പോണതാ. അവർ ഇനിയും മുകളിലേക്ക് പോവാണ്. ജസ്റ്റ് മുകളിലൊക്കെ വരെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ മുകളിലെത്തിയപ്പോൾ ഇവിടെ 3 സ്ക്രീൻ ഉണ്ട് കേട്ടോ. ഇന്നെന്തായാലും പിക്ചർ കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇനി ഗെയിം സോണിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ അഞ്ജുവിന് ഇത്തിരി നേരമൊക്കെ ഒന്ന് എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയതുണ്ടോ എന്നൊക്കെ നോക്കണം എന്നും പറഞ്ഞ് അങ്ങനെ അവിടേക്ക് പോകണം. അങ്ങനെ ലിഫ്റ്റിൽ ഞങ്ങൾ താഴേക്ക് ഇറങ്ങണം. താഴത്തെ ഫ്ലോറിലാണ്, മിഡിൽ ഫ്ലോറിലാണ് നമ്മുടെ ഗെയിം സോൺ കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ടോ, പക്ഷെ കാണാൻ നല്ല രസമാണ്. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടുത്തെ ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ട് നിന്ന് പോയി. അപ്പോഴേക്കും ഇതാ ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു. അപ്പോൾ കൊച്ചിനെ കണ്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കഴിപ്പിക്കുക അവരും പോയി ഗെയിം സോണിലേക്ക്. പല സ്ഥലങ്ങളിലേക്കൊക്കെ ആയിട്ട് അവർ നീങ്ങിക്കൊണ്ടിരിക്കണം. ഇവിടെ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ലുലു മോളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഫുഡ് കോർട്ടിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേണ്ട ചെയേഴ്സും ടേബിളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഷോപ്പിംഗ് മോള്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ. ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ ചെറിയ ബസ്തിയിൽ ഇത്രയും വലിയൊരു ഷോപ്പിംഗ് മോളൊക്കെ വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ റേസിംഗ് കാർ ഉണ്ട്. അപ്പോൾ ഇതാ അവിടെ ഓൾറെഡി കുറച്ച് പേരൊക്കെ കളിക്കുന്നുണ്ട്. 4 കാറുകൾ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിവിടുന്ന് കാർഡ് എടുക്കണം. കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് യൂസ് ചെയ്യാം. അതിനകത്തുള്ള ബാലൻസ് എമൗണ്ട് വെച്ച് നമുക്ക് പിന്നെ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതാ ചേട്ടനോട് കാർഡ് എടുത്തുകൊണ്ടിരിക്കുക. അവിടെ തീരെ ചെറിയ കുട്ടികൾക്കുള്ളതാണ് അങ്ങേ സൈഡിൽ. ഇവിടെ ഭയങ്കര ഒച്ചപ്പാടാണ്. എല്ലാവരും കൂടെ കളിയും ബഹളവും ഒച്ചയാണ്.
കേട്ടോ നമ്മുടെ കാർഡ്. ആ കാർഡിന് എത്ര രൂപയാ? കാർഡിന് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 10 എടുക്കുന്നതിന് 3 മിനിറ്റ് ഓടിച്ചു കഴിഞ്ഞാൽ ഇതിന് വരെ 40 രൂപ പോകും. ആണോ? 30 രൂപ. അന്ന് ഞാനും പോയാലോ? എനിക്ക് പോക്കൂടെ? ആണോ? ഞാനും പോട്ടെ, എനിക്കും ഇഷ്ടമാണ്. 5 പോകാൻ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇവിടെ വേറെയും ഗെയിംസുകളൊക്കെ ഉണ്ട് കേട്ടോ. അഞ്ചു ഇപ്പോൾ ഇവിടെ വേറൊരു ഗെയിമിന് പോകണം. പിന്നെ ഇവിടെ ബൂത്ത് ബംഗ്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അഞ്ചു ഇവിടെ VR സിസ്റ്റത്തിലൊന്ന് കയറി നോക്കട്ടെ എന്നും പറഞ്ഞ് അതിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സൈഡിൽ നിന്ന് കാണാം. അഞ്ചു അതിനകത്ത് കയറി ഇരുന്നിട്ട് കാണുന്നത് എന്താണെന്നുള്ളത് നമുക്ക് സൈഡിൽ നിന്ന് കാണാം. പിന്നെ ഇതിനകത്തുള്ളൊരു പ്രത്യേകത, ചെയറൊക്കെ ഇവരുടെ നല്ലപോലെ തന്നെ പൊന്തിയും താണും സൈഡിലേക്കും ഫ്രണ്ടിലേക്കും ഒക്കെ ഇങ്ങനെ വീഴാൻ പോകുന്ന പോലെയൊക്കെ കുത്തി ഇളക്കി മറിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീലിംഗ് അതിനകത്ത് കയറി ആ സീറ്റിൽ കയറി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ട്, അത് ഇത്ര ടൈമിൻ്റെന്നുണ്ട്, ടൈം ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവരതിൽ നിന്ന് നമ്മളെ ഇറക്കും. അപ്പോൾ അങ്ങനെ അഞ്ചു അത് കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത് തന്നെ ബോളുണ്ട്. അപ്പോൾ ബോളൊക്കെ കളിക്കണമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചെറിയ രീതിയിൽ പറഞ്ഞാൽ ബാസ്ക്കറ്റ് ബോൾ എന്ന് പറയാം. അപ്പോൾ ആ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തിരി നേരം അത് കളിച്ചു. എല്ലാം നമ്മൾ കളിക്കുന്നത് കാർഡ് വെച്ചേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് റേസിംഗ് കാറിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഓൾറെഡി വേറെ ആൾക്കാർ ഇങ്ങനെ അതും റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും വരാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആ ഫുഡ് കോർട്ടിൻ്റെ ഒക്കെ അടുത്തെത്തിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ സീനറി കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ. അപ്പോൾ 2-3 ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഏറ്റവും താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി താഴെ ചെന്ന് ഞങ്ങൾക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഇത്തിരി ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങിയേക്കാം. അങ്ങനെ വാങ്ങേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങളിത് ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്ത് പോകണം കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ സിനിമ കാണാൻ വരുന്ന അഞ്ചിന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള ടിക്കറ്റും കൂടി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേ ഞങ്ങൾ ഇറങ്ങണം. ഞങ്ങളിവിടെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോന്നു. അപ്പോൾ ഇനി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ നാളത്തേക്ക് ഷോയിന് വേണ്ടി ഇപ്പൊ ബുക്ക് ചെയ്യുന്നു. ബിക്കോസ് ഇനിയുള്ള ഷോ 9:45 രാത്രി. നാളെ പള്ളി പോണല്ലോ. നാളെ 3:30 ഉള്ള ഷോയ്ക്ക് വേണ്ടി. ഓക്കെ, നമ്മൾ ഓഫ്ലൈൻ ടിക്കറ്റ് എടുക്കുന്നത്. ഓൺലൈൻ എടുക്കുമ്പോൾ നമുക്ക് GST കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഓഫ്ലൈനാണ് നമുക്ക് നല്ലത്. അപ്പോൾ അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് അഞ്ചിനെയും കൊണ്ടൊന്ന് ഹോട്ടലിലും കൂടെ പോകാമെന്ന് വെച്ചു. വൈകുന്നേരത്തെ ഫുഡ് ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ ചെന്നാൽ ഇനിയിപ്പോൾ ഞാൻ കിടന്ന് പണിയണല്ലോ, കിച്ചണിൽ കിടന്ന് പണിയേണ്ടി വരും. അപ്പോൾ അതാണ് കൊണ്ട് എന്തായാലും ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ഹോട്ടലിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഹോട്ടലിലേക്ക് എത്തി. ഇപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിതാ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഹോട്ടലിലെത്തി. ഇപ്പോൾ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സ്റ്റാർട്ടർ വരാറായിട്ടുണ്ട്. ചിക്കൻ ലോലിപോപ്പാണ് ഓർഡർ കൊടുത്തേക്കണം. അല്ല അഞ്ചു? ഇന്ന് അഞ്ചിൻ്റെ ദിവസമാണ്. ഇന്ന് ഫുൾ അഞ്ച് പറയുന്ന പോലെ. അപ്പം അങ്ങനെ ഞങ്ങൾ ഓർഡർ കൊടുത്ത ചിക്കൻ ലോലിപോപ്പ് എത്തിയിട്ടുണ്ട്. കഴിക്കൂ ചേട്ടൻ കഴിക്കൂ. ചൂടാണോ? ആണോ? അപ്പോൾ നമ്മുടെ ഫുഡ് എത്തി. നമ്മൾ ബട്ടർ ചിക്കൻ, പിന്നെ ബട്ടർ നാൻ, ഇതൊക്കെയാണ് ഓർഡർ കൊടുത്തേക്കണത്. പിന്നെ ജീര റൈസ് കൊണ്ടുവരുന്നുള്ളൂ. ഒത്തിരി ഐറ്റം ഒന്നും നമ്മൾ ഓർഡർ കൊടുത്തിട്ടില്ല. ഞങ്ങളിതേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ജീര റൈസ് എത്തി. അങ്ങനെ ജീര റൈസ് ഞങ്ങളുടെ ഫേവറേറ്റാണ്. ഇവിടുത്തെ UP-ൽ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ജീര റൈസ് പറയാറുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഇറങ്ങിയിട്ടോ, പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഒരു നല്ലൊരു സമയമായി, 10 മണിയായി. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ അഞ്ചുൻ്റെ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ
എന്നാലും ഒരു ചൈൽഡിഷ് ലുക്കും വരും. നമ്മളിങ്ങനെ ഷോർട്ട് ഹെയർ ആക്കുമ്പോൾ കുട്ടികൾക്ക് കാണാനൊരു ചൈൽഡിഷ് ലുക്ക് ആ ഫേസിൽ വരും. അത് നല്ലതാണ്. എൻ്റെ ജോലിയും കുറഞ്ഞു. All the love that you show me. Feel what you feel, but it's how you deal with your feelings. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ഹെയർ കട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അഞ്ജുവിൻ്റെ ഹെയർ ഞാനൊന്ന് കാണിച്ചു തരാം. വീട്ടിൽ വന്നിട്ടുള്ള സ്ഥിതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് അഞ്ജുവിൻ്റെ ഹെയറിൻ്റെ കിടപ്പ്. നല്ല പോലെ തന്നെ നീളം കുറച്ചു. പോകാൻ നേരത്ത് ഇവിടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ടോപ്പിൻ്റെ താഴെ വരെ വന്ന് മുട്ടിയിരുന്നായിരുന്നു. ഇത്രയും വരെ ഒപ്പം വന്ന് നിന്നായിരുന്നു. ഇത്രയും നമ്മൾ ഹെയർ കട്ട് ചെയ്തു. ആദ്യം ഒരു ജസ്റ്റ് ഒരു കട്ടിങ് ആദ്യം കൊടുത്തു. കാരണം പിന്നെ ഇത് ഒന്ന് ചെറുതായിട്ട് ടെമ്പററി സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്തിട്ടാണ് അവർ പിന്നെ ബാക്കി കട്ട് ചെയ്തത്. അപ്പോൾ അത്രയും മുടി വെച്ചിട്ട് എന്തിനാണ് സ്ട്രൈറ്റനിങ് ചെയ്യണേ എന്നും പറഞ്ഞുകൊണ്ട് ആവശ്യത്തിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ ചെയ്തു. അഞ്ജു എന്തായാലും ഭയങ്കര ഹാപ്പിയായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. ഞാൻ ഇത്രയും ദിവസം നോക്കി പരിപാലിച്ച് ഇത്രയും നാളും എൻ്റെ മുടി മമ്മിയുടെ കയ്യിലായിരുന്നു എല്ലാം കാര്യങ്ങളൊക്കെ. രാവിലെ കെട്ടണമെങ്കിലും സ്കൂളിൽ പോകുമ്പോൾ കെട്ടണമെങ്കിലും പുറത്ത് എവിടെ പോയാലും മമ്മിയായിരിക്കും കെട്ടേണ്ടത്. അഞ്ജുന് മെടയാനൊക്കെ അറിയാം, പക്ഷെ സ്വന്തം കിട്ടില്ല, കെട്ടാൻ അറിയില്ല. ഇപ്പൊ എന്റെ കെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെടഞ്ഞു വരും. സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. പിന്നെ ഇടയ്ക്കുന്നൊക്കെ മുടി ഇങ്ങനെ പൊന്തിയിരിക്കും. അപ്പൊ എല്ലാം മമ്മിയാണ് മുടിന്റെ കാര്യങ്ങളൊക്കെ നോക്കാറ്. സോ എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് ശരിക്കും വിഷമമായി എന്ന് പറയാം. പിന്നെ സന്തോഷമാണ്. അഞ്ജുന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒരു ഇത് ഇപ്പൊ ഒരു വളരണ ഒരു പ്രായമാണ്. അപ്പൊ തന്നെ കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ചോദിക്കുമായിരിക്കും എന്താ ഹെയർ ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ്. നമുക്ക് എല്ലാ സമയത്തും ഹെയർമ അത്രയും ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. മുടി മെടഞ്ഞ് കെട്ടി കൊടുക്കാനായാലും ഹെയർ വാഷൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് വന്നാലും ചരം തേച്ചൊക്കെ കൊടുത്ത് മുടിയൊക്കെ നല്ലപോലെ തോർത്തി കെട്ടി ഉണക്കി എന്താ പറയുക ചെടയൊക്കെ ചീകി അതിന് സെറ്റപ്പാക്കി കൊടുക്കണ കൈ എൻ്റെ പുറകിൽ എന്തായാലും വേണം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു കുറച്ച് ഫ്രീ ആയി. പക്ഷെ മുടിയുടെ നീളം കുറഞ്ഞല്ലോ എന്നുള്ളൊരു ചെറിയ വിഷമമുണ്ട്. പക്ഷേ ചെറിയ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ഹെയറാണ് കൂടുതൽ ഭംഗി. ഒത്തിരി ലോങ് ഹെയറിനേക്കാളും അവർക്ക് ഫ്രീ ആയി നടക്കാനും അവരുടെ ഒരു ചൈൽഡിഷ് ഫേസ് നമുക്ക് ഫീൽ ചെയ്യാനൊക്കെ നല്ലത് ചെറിയ മുടി തന്നെയാണ്. അപ്പം എന്തായാലും നമുക്ക് ഇനി വളരുമ്പോൾ വലുതാക്കാം അല്ലേ? പിന്നെ ഇനി പഠിക്കാനൊക്കെ പോകുമ്പോൾ എന്താവും ഏതാവും ഒന്നും അറിയില്ല നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? ഇപ്പം എന്തായാലും ഷോർട്ടാക്കി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളൂ കേട്ടോ കമൻസിൽ കൂടെ. ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഒത്തിരി പേർക്ക് നെഗറ്റീവ് കമൻസ് പറയുന്നവരുണ്ടാവും, പോസിറ്റീവ് പറയുന്നവരുണ്ടാവും. അത് അങ്ങനെയാണല്ലോ, എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണല്ലോ. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ അഞ്ജുവിന്റെ ദിവസമായിരുന്നു മൊത്തത്തിലല്ലേ. ആദ്യം ഹെയർ കട്ടിന് പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് മോളില് പോയി, അവിടെ ഗെയിം സോണിൽ പോയി. ഒക്കെ ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ 3 പേര് ആദ്യമായിട്ട് പോയി ഒരു മോളിൽ പോയിട്ട് ഗെയിം സോണിന്റെ കാർഡൊക്കെ എടുത്ത് അതൊക്കെ ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ നാളെ നമ്മളെല്ലാവരും 3 പേരും കൂടെ കാണാൻ പോകുന്നു. നാളെ ഈവനിങ്ങിൽ 3:30 ആ ഷോയ്ക്കാണ് നമ്മൾ പോകുന്നത്. ആ ഫിലിമിന് എന്താണ് അതിന്റെ പേര്? സിതാരെ ജമീൻ പർ. ഹിന്ദി ഫിലിം ആട്ടോ. അപ്പൊ ഇവിടെ ഹിന്ദി ഫിലിം മാത്രം അങ്ങനെ അത്രയും വരുള്ളൂ. ഞങ്ങൾ അങ്ങനെ പോകാറില്ല ഹിന്ദി ഫിലിം ഒന്നും കാണാൻ. വളരെ ചുരുക്കം 1-2 മൂവിയും കണ്ട് ഞങ്ങളിവിടെ വന്നിട്ട് ആക്കി കണ്ടിട്ടുള്ളൂ. മലയാളം ഇവിടെ റെയർലി ഓടുള്ളൂ. സോ ഹിന്ദിയാണ് ഇപ്പൊ കാണാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നാളെ അതിന് പോകും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുവേണ്ടി നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.